അമിത്ഷായെ കാണാനില്ല. അമിത്ഷാ പേടിച്ച് പാർലമെന്റിൽ പോലും വരുന്നില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞതാണ്. അപ്പോൾ അമിത്ഷാ എവിടെയാണെന്ന് അറിയണ്ടേ? ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുവെന്ന് സൈനിക മേധാവിയെ ഞാൻ നേരിട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. അമേരിക്കയുടെ സൈനിക മേധാവിയെ ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ആ മഹാനെ പോലെയുള്ള ബന്ധങ്ങളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് അമിത്ഷായെ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കും ചില ചെറിയ സോഴ്സുകളുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് അന്വേഷിച്ചു അമിത്ഷാ എവിടെയാണ്. അമിത്ഷാ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള കുറച്ച് വിവരങ്ങൾ എനിക്ക് കിട്ടി. കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നുണ്ടല്ലോ, അതിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയവർക്ക് മെഡലുകൾ കിട്ടിയവരെ അഭിനന്ദിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് അമിത്ഷായുടെ പോസ്റ്റുണ്ട്. ജൂലൈ 28 മുതൽ 30 വരെ വളരെ സജീവമായി അമിത്ഷാ എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും വരുന്നുണ്ട്. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതൊന്ന്. 28-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി ഉത്തരവ് വന്നു. എന്താ സുപ്രീം കോടതി ഉത്തരവ്? ഇവിടെ ചിലരൊക്കെ പറഞ്ഞു സർക്കാരിന് തിരിച്ചടി. അങ്ങനെയൊന്നുമല്ല സുപ്രീം കോടതി പറഞ്ഞത്. ആവശ്യമുണ്ടെങ്കിൽ ബലപ്രയോഗം ആകാം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വിട്ടയക്കുക കേസിൽ നിന്ന്. എന്നാൽ മുൻകാലങ്ങളിൽ അക്രമം നടത്തിയ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർക്കെതിരെയുള്ള നടപടികൾ തുടരാം. അതായത് പോലീസിന്, ആഭ്യന്തര വകുപ്പിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു സുപ്രീം കോടതിയുടെ വിധിയാണ് മിനിഞ്ഞാന്ന് 28-ാം തീയതി ഉണ്ടായത്. അതേ തുടർന്ന് ഡൽഹിയിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചില നിർണായക യോഗങ്ങൾ നടന്നു. ഈ യോഗങ്ങളിൽ അമിത്ഷാ ഉണ്ടായിരുന്നു. അമിത്ഷാ പാർലമെൻറ്റിൽ വന്നിരുന്ന് രാഹുൽ ഗാന്ധിയുടെ ഷോ കാണാനിരിക്കുകയല്ല. അമിത്ഷാ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അമിത്ഷായുടെ റുട്ടീൻ പരിപാടികൾ ഞാൻ പറയാം. 10 മണിക്ക് നദ്ദയുമായി മീറ്റിംഗ്, സുപ്രീം കോടതി ഉത്തരവ് വിലയിരുത്തി. അതിനുശേഷം രാത്രി 12 മണി വരെ വളരെ തന്ത്രപ്രധാനമായ ഒരു മീറ്റിങ്ങിൽ അമിത്ഷാ പങ്കെടുത്തു. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ചീഫ് മഹേഷ് ദീക്ഷിത്, ഹോം സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവരുമായി 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കൂടിക്കാഴ്ച നടന്നു. രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവനും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുമായി അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഒരു കൂടിക്കാഴ്ച നടത്തി. അത് സുപ്രീം കോടതിയുടെ വിധി വന്നു. നടപടികളുമായിട്ട് പോവാം. 2875ഓളം ക്രിമിനലുകൾ ഇതിൽ പങ്കെടുത്തുവെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ഉൾപ്പെടെയുള്ള നടപടികൾ തുടരാം എന്ന് സുപ്രീം കോടതി പറഞ്ഞ സാഹചര്യത്തിൽ നടപടികൾ ഇനി തുടർ നടപടികൾ തീരുമാനിക്കുന്നു. CJPയുടെ അഭിജിത്ത് ദീപ്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പിള്ളേരെയൊക്കെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ വീണ്ടും സമരം തുടങ്ങുമെന്ന്. ഇനി വീണ്ടും സമരവുമായിട്ട് അങ്ങോട്ട് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുൾപ്പെടെ ഈ മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അമിത്ഷായുടെ പണിയെടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 12:30 മണിക്കാണ് പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അമിത്ഷാ മടങ്ങിയത്. രാത്രി 12:30 മണിക്ക് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? കഴിഞ്ഞ 20-ാം തീയതി നാടകീയമായി ഡൽഹിയിൽ പ്രത്യക്ഷപ്പെട്ട രാഹുൽ ഗാന്ധി അതിന് മുമ്പുള്ള 15 ദിവസം എവിടെയായിരുന്നു? കാണാനില്ലായിരുന്നു. എവിടെയായിരുന്നു? ഈ പാറ്റകൾ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി? അവസാനം വന്ന് ക്രെഡിറ്റ് അടിച്ചെടുക്കാനല്ലേ രാഹുൽ ഗാന്ധി വന്നത്? അതിനു മുമ്പ് ഏതു പട്ടായയിൽ പോയിരുന്നു? ചില വീഡിയോ വന്നല്ലോ, ചില പിള്ളേരുമായിട്ട് ഏതോ ഫാം ഹൗസിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന വീഡിയോ. രാഹുൽ ഗാന്ധിയുടെ ഛായ പോലെ തോന്നി. രാഹുൽ ഗാന്ധി ആയിരിക്കത്തില്ല കേട്ടോ. അദ്ദേഹത്തിന് 2 മക്കളൊക്കെ ഉണ്ടെന്നുള്ള കഥ ബ്ലിറ്റ്സിൻ്റെ പത്രാധിപർ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അതുപോലൊക്കെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തോ രാഹുൽ ഗാന്ധിയുടെ സാദൃശ്യമുള്ള ആഡിയോ വീഡിയോ ആണെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിയുടെ അല്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഞാൻ വിശ്വസിക്കത്തുമില്ല. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയൊന്നുമില്ല. ഓക്കെ. പക്ഷേ രാഹുൽ ഗാന്ധി ഇത് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നിങ്ങളിരുന്ന് ബഹളം വെക്കുന്ന, സഭ നടത്താൻ സമ്മതിക്കാത്ത പാർലമെൻറ്റ് മന്ദിരത്തിൽ തന്നെയുള്ള ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ അമിത്ഷാ ഉണ്ട്. രാത്രി 12:30 മണി കഴിഞ്ഞിട്ടാണ് അമിത്ഷാ തിരിച്ചു പോയത്. ഇനി ജിതേന്ദ്ര സിംഗ് ഉദ്ധംപൂരിൽ നിന്നുള്ള MP ആണ്. PMOയുടെ കൂടി ചുമതലയുള്ള മന്ത്രിയാണ്. ജിതേന്ദ്ര സിംഗിനെ പലതവണ അമിത്ഷാ വിളിച്ചു എന്ന് രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിച്ചു. ശരിയാണ്, വിളിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് കൂട്ടത്തിലുള്ള മന്ത്രിമാരെ വിളിക്കണ്ടേ? ഇന്നിപ്പോൾ CRPFിൻ്റെ തലവൻ, ഡയറക്ടർ ജനറൽ ഓഫ് CRPF GP സിംഗ് പറഞ്ഞിരിക്കുന്നു, രാജ്യത്തിനെതിരെയുള്ള നടപടികളുണ്ടായാൽ CRPF അടിക്കും.
അങ്ങനെ CRPF അവരുടെ ഡ്യൂട്ടി ചെയ്യും. ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ പേരിൽ എന്ത് ആക്ഷേപം വന്നാലും ഞാനതങ്ങ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഇത് CRPFിൻ്റെ തലവൻ സ്വമേധയാ പറയുന്നതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം CRPF അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപം വന്നപ്പോൾ അമിത്ഷാ ആഭ്യന്തര സെക്രട്ടറിയെയും IBയുടെ തലവനെയും വിളിച്ചുള്ള മീറ്റിങ്ങിന് ശേഷം CRPFിൻ്റെ തലവനെ കണ്ടിട്ട് പറഞ്ഞു ഗോ ഹട്ട് എന്ന് പറഞ്ഞു. മുന്നോട്ട് പോകൂ, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയുമായി മുന്നോട്ട് പോകൂ, സർക്കാർ കൂടെയുണ്ട്, മോദി സർക്കാർ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, ആഭ്യന്തരമന്ത്രിയായ ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ബലത്തിലാണ് നമ്മുടെ സേനാനായകൻ GP സിംഗ് CRPFിൻ്റെ തലവൻ വന്നിട്ട് നിങ്ങൾ പേടിക്കേണ്ട കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ കടമ ചെയ്യുക, എന്തെങ്കിലും വന്നാൽ ഞാനുണ്ട്, സമാധാനം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞത്. രാജ്യത്ത് സമീപകാലത്തൊന്നും കെട്ടുകഴിവിയില്ലാത്ത ഒരു ഇടപെടലായിരുന്നു. അമിത്ഷാ ഉണ്ടെന്നേ, അമിത്ഷാ എല്ലായിടത്തുണ്ട്, ചുറ്റും കാറ്റുണ്ട്, വായുവുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ശ്വസിക്കാം അല്ലേ? ഒരു നിമിഷം ആ വായുവിൻ്റെ പ്രവാഹം നിലച്ചു പോയാൽ നമുക്ക് ശ്വാസം കിട്ടും. അതുപോലെയാണ് അമിത്ഷാ ഒരു കാറ്റായി, ചിലപ്പോൾ ഇളംകാറ്റ്, ചിലപ്പോൾ കൊടുങ്കാറ്റ്. പ്രവചിക്കാനാവില്ല എപ്പോൾ വരുമെന്ന്, പക്ഷെ എല്ലായിടത്തും ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാത്തിനും പ്രതിവിധിയും നിശ്ചയിക്കുന്നുണ്ട് അമിത്ഷാ. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കേട്ടോ. ഈ ഏറ്റവും രസകരമായൊരു കാര്യം ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിലും പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റിലും ജൂലൈ 28 മുതൽ 30 വരെ അമിത്ഷായുണ്ട്. ജൂലൈ 29 ആൻറ്റി പേപ്പർ ലീക്ക് ബിൽ പാസ്സായപ്പോൾ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലാണെന്ന് പറഞ്ഞു. ജൂലൈ 28 ഡൽഹിയിൽ NCP ശരത് പവാർ വിഭാഗത്തിൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ളവരോടുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അവർ കൊണ്ട് പോരുവാണെന്നേ, NDA മുന്നണിയിലേക്ക് പോരുകയാണവർ. പിന്നീട് പാർലമെന്റ് സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. ഇനി ഓഗസ്റ്റ് 1 അമിത്ഷാ പൂനെക്ക് പോകുന്നുണ്ട്. അമിത്ഷാ എവിടെ പോയി? അമിത്ഷാ എവിടെ ഒളിച്ചോടി എന്നാ പറയുന്നത്? അമിത്ഷാ അറിയാതെ ദില്ലിയിൽ എന്നല്ല രാജ്യത്തൊരു ഇല പോലും അനങ്ങുന്നില്ല. ഇത് മനസ്സിലാക്കാനുള്ള വിവേകം രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയി. മാത്രമല്ല, ഈ സെഷനിൽ എന്തെല്ലാം ബില്ല് വരാൻ പോകുന്നു? FCRA ഭേദഗതി ബില്ല് വരും, ഡിലിമിറ്റേഷൻ ബില്ല് വരും, പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുന്ന ബില്ല് വരും. ഈ ബില്ലെല്ലാം പാസ്സാക്കും. ഇത് പാസ്സാവാതിരിക്കാനല്ലേ മക്കളെ നിങ്ങൾ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത്? പക്ഷേ അത് നിങ്ങളുടെ സ്വപ്നം. പക്ഷേ അമിത്ഷായുടെ പണിയെടുക്കുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പോക്കാച്ചി പ്രകടനം കാണാൻ വേണ്ടി അമിത്ഷാ വന്ന് അവിടെ നിന്ന് ചർച്ച ചെയ്യണോ? അമിത്ഷായുടെ പണിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരിപ്പുണ്ട്. കൃത്യമായി നോർത്ത് ബ്ലോക്കിലെ ഓഫീസിൽ അമിത്ഷാ ഉണ്ട്. രാഹുൽ ഗാന്ധിക്ക് അവിടെ വരെ പോയാൽ കാണാവുന്നതേ ഉള്ളൂ. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് അമിത്ഷായെ പോയി കാണാനുള്ള ധൈര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും പോയി കാണൂല, മുട്ടിടിക്കും. ഞാൻ മുമ്പൊരു വീഡിയോ ഉണ്ട്, രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയുന്നു, അതിനുശേഷം അമിത്ഷാ മറുപടി പറയുമ്പോൾ നിസ്സഹായനായി പകച്ചു നിന്ന് ഇതെന്താ ഈ പറയുന്നതൊക്കെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിന്നിട്ട് പത്തോന്ന് ആ സീറ്റിലിരിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ഉണ്ട്. അപ്പോൾ അമിത്ഷാ എങ്ങും പോയിട്ടില്ല, അമിത്ഷാ ഇവിടെ തന്നെയുണ്ട്. അമിത്ഷായുടെ അസാന്നിധ്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുക. ഈ സമരത്തിൽ പങ്കെടുത്ത് കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ക്രിമിനൽസിനെ വലിയ തോതിൽ അഴിച്ചുവിട്ടവരെല്ലാം അനുഭവിക്കും. ഒരുപാട് പേർ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ റഡാറിൽ വന്നു കഴിഞ്ഞു. ചിലർക്കെതിരെ കേസും ഒന്നും അറസ്റ്റൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഡൽഹിയിലേക്ക് ദുബായിൽ നിന്ന് ആളെ ഇറക്കിയവരെയൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അറസ്റ്റ് ചെയ്യത്തുമില്ല. പക്ഷേ ഒരു കണ്ണ്, ഒരു നോട്ടം അവർക്ക് മേൽ ഇനി ഉണ്ടാവും. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റഡാറിൽ പെട്ടുകഴിഞ്ഞാൽ വലിയ പണിയാണ്. ഈ നോട്ടം, നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കും. എന്നിട്ട് വളരെ കൃത്യമായ ഒരു സമയം വരും. അന്ന് കൈയോടെ പൊക്കിയെടുക്കുമ്പോൾ ഒന്ന് ഉറക്കം നിലവിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കും. ഒരു സംശയമില്ല, അതാണ് അമിത്ഷാ ഒരു കാലാളിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുതിരകളെയും ആനകളെയും മന്ത്രിയെയും ഒടുവിൽ അപ്പുറത്തെ ഭാവി രാജകുമാരനെയും തന്നെ പിടിച്ചെടുക്കാനുള്ള കരുനീക്കങ്ങൾ പിന്നാലെ വരുമെന്ന് ഉറപ്പാണ്. രാജ്യം പലതവണ കണ്ടിട്ടുണ്ട്. അമിത്ഷായെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളാണ് അമിത്ഷാ എവിടെ പോയി എന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.